നാലാമത്തെ ഡേഞ്ചർ എന്തേ? ഇസ്ലാം വൈരുദ്ധ്യ ചൊല്ലുற ദീനുണ്ട് വാദിച്ചോണ്ട പോലെ. അതെ, ഇസ്ലാം വൈരുദ്ധ്യ ചൊല്ലുற ദീന്. കാരണം എന്തേ? നിങ്ങൾ ആലോചനാക്കി നോക്കൂ. ഖുർആനിൽ ആയത്തുണ്ടാ, നബിദിന ആഘോഷിക്കൂ, ഖുർആനിൽ ആയത്തുണ്ടാ, ഹദീസ് ഉണ്ടാട്ട് കേൾക്കുമ്പോ ചൊല്ലുറേ ഇമാമുമാർ ചൊന്നറാറ്. എന്തിനാ ചൊന്നറാറ്? ബിദഅത്തുൻ ഹസന ಅಂಟು ചൊന്നറാറ്. എങ്ങനെ ആലോചനാക്കണു, ചിന്തനാക്കണു. ഇമാമുമാർ എന്തിനാ ചൊന്നറേ? ബിദഅത്തുൻ ഹസന ಅಂಟು ചൊന്നറാറ്. ആ ഓക്കെ, ബിദഅത്തുൻ ഹസന, നല്ല ബിദഅത്ത്. പിന്നെ ആയത്ത് എന്ത് ഓദ്രി? ആയത്ത് ഓതില്ലേ? കുറേ സന്ദർഭത്തിൽ ആയത്ത് ഓദ്രെ. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. ഖുർആനിൽ ഒരു ആയത്ത് ഉണ്ടെങ്കിൽ പിന്നെ അത് ബിദഅത്ത് ആവറ. ആലോചനാക്കണ്ടേ, ചിന്തനാക്കണ്ടേ? അതെ, അള്ളാഹ് ഒരു ആയത്ത് ഒപ്പാട്ട് പോകുമ്പോൾ മട്ടക്കണ ചോട്ടിയ പോലെ, ഇപ്പുറത്ത് ചോട്ടുമ്പോൾ അപ്പുറത്ത് പോന്തൂರು, അപ്പുറത്ത് ചോട്ടുമ്പോൾ ഇപ്പുറത്ത് പോന്തൂರು, അതേപോലത്തെ വിഷയ അല്ലേ? ബിദഅത്തുൻ ഹസന ചൊല്ലുற ಬೇರೆ, ആയത്ത് ഓതുற ಬೇರೆ. ആയത്ത് ഓതിയും പിന്നെ ബിദഅത്ത് എങ്ങനെ അവിടെ? ബിദഅത്തുൻ ഹസന ഉണ്ടാവുമ്പോൾ പിന്നെ ആയത്ത് എങ്ങനെ നിൽക്കരേ? എന്തിരിത്? ഇതാ ദീന്? വൈരുദ്ധ്യ ചൊല്ലുற ദീനാ ഇസ്ലാം? വൈരുദ്ധ്യ പടിപ്പാട്ടമാ? എന്തിരിത്? ആലോചനാക്കല്ലേ? തലയിൽ ബുദ്ധി ഇല്ലേ? അത്തരമേ നമുക്ക് കേൾക്കൂല്ലേ? അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ വിഷയത്തിൽ നിർദ്ദേശിക്കുന്നു, അഫല യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദു ഫീ ഇഖ്തിലാഫൻ കസീറാ. ഖുർആന്റെ വിഷയത്തിൽ ആലോചനാക്കല്ലേ? അല്ലാഹു അല്ലാത്തങ്ങളിൽ നിന്ന് ഇത് അവതീർണായിരുന്നെങ്കിൽ അതിൽ എത്രമാ വൈരുദ്ധ്യ കാണാത്ത? അതേ വൈരുദ്ധ്യ. അല്ലാഹു അല്ലാത്തത് ഇങ്ങനെ ഉണ്ടാക്കിയപ്പ അത് വൈരുദ്ധ്യായിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപ്പാട്ട് ദീനിൽ വൈരുദ്ധ്യ കാണാൻ സാധ്യമില്ല. ഇങ്ങനെ ബുദ്ധി കൊണ്ട് ആലോചനാക്കുമ്പോൾ അത് വൈരുദ്ധ്യായിട്ട്. അതേറ്റിക്ക് ഗൗരവമായിട്ട് മനസ്സിലാക്കൂല്ലേ? അതേപോലെ അഞ്ചാമത്തെ അപകടം എന്തേ? നബിദിനാചരണാക്കുമ്പോൾ അഞ്ചാമത്തെ അപകട അഹങ്കാര ബണ്ട്. മനസ്സിൽ അഹങ്കാര അല്ലേ? അഹങ്കാര കാട്ടിയവണു. എങ്ങനെ അഹങ്കാര കാട്ടിയ? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടും റഹ്മത്ത് കൊണ്ടിട്ടും നിങ്ങൾ സന്തോഷിക്കൂ. അപ്പൊ റഹ്മത്ത് എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ടായിട്ട് ഈ ആയത്ത് നബിക്ക് അർത്ഥമായിട്ടില്ല. സുബ്ഹാനല്ലാഹ്, നബിക്ക് അർത്ഥമായിട്ടില്ല. നബിക്ക് ആയത്ത് ഇറങ്ങിയേ നബിക്ക് അർത്ഥമായിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനത്തിൽ നബിദിനം ആഘോഷിച്ചിട്ടില്ല. സഹാബിമാർക്ക് അർത്ഥമായിട്ടില്ല, താബീറങ്ങൾക്ക് അർത്ഥമായിട്ടില്ല, തബൂ താബീറങ്ങൾക്ക് അർത്ഥമായിട്ടില്ല, ഇമാമാർക്ക് അർത്ഥമായിട്ടില്ല, മുഹദ്ദിസുമാർക്ക് അർത്ഥമായിട്ടില്ല. പിന്നെ ആർക്ക് അർത്ഥായേ? സഖാഫിക്ക് അർത്ഥായി. എന്തൊരു ഗത്തികേടല്ലേ? നബികൈത്തിക്ക് ആയത്ത് ഇറങ്ങിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിറങ്ങൾക്ക് പടിപ്പാടി കൊടുത്തു. സഹാബിറങ്ങ ആറും നബിദിനം ആഘോഷിച്ചിട്ടില്ല. ഈ ആയത്ത് അങ്ങ് അർത്ഥമായിട്ടില്ല. പിന്നെ അർത്ഥായ ഇറങ്ങിക്ക്. എന്തൊരു അഹങ്കാര! സഹാബിറം കർത്താവത്തത്, താബിറം കർത്താവത്തത്, തബു താബിറം കർത്താവത്തത്, മുഹദ്ദിസുമാർ കർത്താവത്തത്, മുഫസ്സിറുമാർ കർത്താവത്തത് നങ് കർത്തൈരേ. അഹങ്കാരല്ലിത്? അഹങ്കാരല്ലേ നിങ്ങൾ കാട്ടിയല്ലേ? ഇങ്ങനെ അഹങ്കാര പിടിച്ചിട്ട് പരലോകത്ത് പോയിട്ടായെങ്കിൽ അള്ളാഹുടെ മുട്ട ബച്ചവാവിടാറിട്ട് നിർച്ചിറാറാ. നരകത്ത് കത്തിയൊരു കത്തനായിട്ട് ബണ്ട് അത് കേട്ട് ഗൗരവമായിട്ട് പേടിക്കോറും. ഇത് കുസാല് കലി അല്ല, ദീനിന് വെച്ചിട്ടുള്ള കലി, ഖുർആൻ വെച്ചിട്ടുള്ള കലി, ഹദീസ് വെച്ചിട്ടുള്ള കലി. ഇത് മക്ക കളിക്കുന്ന പോലെ കലിപ്പാട്ടല്ല ചൊല്ലത്. ഗൗരവമായിട്ട് മനസ്സിലാക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് ഡേഞ്ചർ ആയിട്ടിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാചരണാക്കരുത് ഭയങ്കര വലിയ ഡേഞ്ചർ ആയിട്ടിക്കറ്.